ഇങ്ങനെ മക്കയിൽ മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിലുള്ള സത്യനിഷേധികളും തമ്മിലുള്ള പോരാട്ട സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂം അവതരിപ്പിക്കുന്നത്. സൂറത്തു റൂം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ചരിത്രം ഒന്ന് മനസ്സിൽ വെച്ച് നോക്ക്. അപ്പൊ പറയാട്ടോ, എന്താ പറയുന്നത്? ഒരു പ്രവചനാണ്. റൂം, റോമക്കാർ പരാജിതരായി, നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഈ പരാജയത്തിന് ശേഷം ഏതാനും കൊല്ലങ്ങൾക്കകം അവർ ജേതാക്കളായിത്തീരും. അന്ന് അള്ളാഹു നൽകിയ വിജയത്താൽ സത്യവിശ്വാസികൾ എന്തായിരിക്കും? സന്തുഷ്ടരായിരിക്കും. അല്ലെ? അവിടെ പറഞ്ഞ പ്രയോഗം ഫി ബിൽഅസിനീന, ഏതാനും വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? റോമക്കാര് വിജയിക്കും, റോമക്കാര് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. ഇങ്ങനെ പറയുമ്പോഴുള്ള വിഷയം എന്താണ്? ഈ ചരിത്രത്തിൽ എന്താണ് ഒരു പ്രൊഫസി, ഖുർആന്റെ ഡിവൈനിറ്റി നമ്മൾ ചോദിക്കും. ഇങ്ങനെ ഒന്ന് ഒരിക്കലും സാധ്യമല്ലാത്തതുപോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. ഈ ആയത്തിൽ 2 പ്രവചനം കേട്ടോ. ഒന്ന്, നിലവിൽ പരാജയപ്പെട്ട റോമക്കാർക്ക് എന്തായാലും പിൽക്കാലത്ത് വിജയം വരും, ഓല് വിജയിക്കും, തിരിച്ചു വരും. പിന്നെ രണ്ടാമത്തെ പ്രവചനം എന്താണോ? ഇപ്പോ മക്കയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് എന്തായാലും ഭാവിയിൽ വിജയം ഉണ്ടാകും. ഈ 2 പ്രവചനമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്.